ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു പ്രത്യേക വീഡിയോ ആണ്. ബിക്കോസ് ഇന്ന് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് 8th ജാനുവരി 8ാം തീയതിയാണ്. അപ്പോൾ ഇന്നാണ് എനിക്ക് എൻ്റെ ന്യൂ ഇയർ കേട്ടോ. കാരണം ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തത് ഒരു വീക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബട്ട് നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ ഒരു ട്രാക്ക് കയറാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പിന്നെ ഒന്നും പുതിയതില്ലാതെ എങ്ങനെ ന്യൂ ഇയർ ആവും? ഇറ്റ്സ് ജസ്റ്റ് അനദർ ഇയർ എന്ന് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ അത് ശരിയാണല്ലോ. അപ്പോൾ ഒന്നാമത് വെയ്യായിരുന്നു. പിന്നെ മീൻസ് വെതറിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ, കോൾഡ് കഫ് അങ്ങനത്തെ ബുദ്ധിമുട്ട് വേറെ ഒന്നുമില്ല. പിന്നെ അതുപോലെ എറണാകുളം പോയിട്ട് 2-3 ദിവസം അവിടെ ആയതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊന്നും മര്യാദക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ 1, 2, 3 കാരണം കൊണ്ട് നമുക്ക് ന്യൂ ഇയർ ഒന്നും പ്രോപ്പർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് മുതലാണ് ഞാൻ എൻ്റെ ന്യൂ ഇയറായിട്ട് എന്താ പറയുക, എൻ്റെ ന്യൂ ഇയർ ഇന്ന് മുതലാണ്. അത്ര തന്നെ. അപ്പോൾ ന്യൂ ഇയർ ആണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ വന്നിക്കണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് പറ്റണ അന്ന് മുതലാണ് തുടങ്ങുക. അത്ര തന്നെ. അപ്പം ഞാൻ എന്തൊക്കെയുണ്ട് ന്യൂ ഇയറിൽ ചെയ്യാൻ പോകുന്നതിനുള്ള കുറച്ച് കാര്യങ്ങളാണ്. കുറച്ചധികം കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാനുണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ ഹെൽത്ത് ആദ്യം നോക്കാം. ലായ്ക്കുട്ടൻ എണീറ്റിട്ടില്ല. ലായ്ക്കുട്ടൻ എണീക്കണ വരെ ഉള്ളൂ എനിക്ക് എൻ്റെ ഹെൽത്തും ബാക്കിയുള്ള എല്ലാം നോക്കാൻ പറ്റുക. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ സോ ഐ എം സ്റ്റാർട്ടിങ് മൈ ഡേ വിത്ത് ഒരു ഗ്ലാസ് സാധാ വെള്ളം. പിന്നെ ഇതൊരു ഡയറ്റ് വീഡിയോ ഒന്നുമല്ല. ഇതിൽ ഞാൻ ഒരു ഡയറ്റും പിന്നെ അതുപോലെ ഒരു ഡയറ്റ് ഫ്രണ്ട്ലി ഫുഡ് അങ്ങനത്തെ ഒന്നുമല്ല ചെയ്യുന്നത്. ഹെൽത്തി കുറച്ച് ഫുഡ്, അങ്ങനത്തെ കുറച്ച് ഫുഡ് ഐറ്റംസ് കഴിക്കണമെന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് ഹെൽത്തി വേർഷൻ ഓഫ് ഫുഡാണ്. അത് ഡയറ്റ് ചെയ്യുന്നവർക്കും ഉപകരിക്കാം, അല്ലാത്തവർക്കും കഴിക്കാട്ടോ. ബിക്കോസ് നല്ല കുറച്ച് ഫുഡാണ് നമ്മുടെ ഹെൽത്തിന് നല്ല ഓവർ ഓയിലി അങ്ങനെ ഫ്രൈഡ് അങ്ങനത്തെ ഒന്നും അല്ലാത്ത ഫുഡ് ഐറ്റംസ് ആണ്. പിന്നെ അങ്ങനത്തേനൊക്കെ കഴിക്കും. കാരണം എനിക്ക് ഇഷ്ടമൊക്കെ ഞാൻ കഴിക്കും. പക്ഷെ ഒരു പോഷൻ കൺട്രോൾ മാത്രം കഴിക്കണം. അതാണ് എൻ്റെ ഫസ്റ്റ് ഒരു റെസൊല്യൂഷൻ എന്നൊരു കാര്യം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കുറച്ച് അധികം പണികളുണ്ട്. ഇതിൻ്റെ ശേഷം നമുക്ക് ഒരു സിനമൺ ടീ എടുക്കുന്നത് കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ രാവിലത്തെ ഭക്ഷണം എന്നല്ല, നമ്മൾ രാത്രി കഴിച്ചത് മുതൽ പിന്നെ രാവിലെ വരെ നമ്മളൊന്നും കഴിക്കാതിരിക്കണം. ആ ഒരു ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാവുന്ന കൂടിയാണ്. അപ്പം അതിന് നമ്മൾ നല്ലൊരു ഫുഡ് വെച്ചിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഡ്രിങ്ക് വെച്ചിട്ട് അത് ബ്രേക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതോ ഒരു ഗ്ലാസ് പച്ച വെള്ളം വെച്ചിട്ടാണ് അത് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളെ വീട്ടിൽ 3 ഗ്യാസിൽ സ്റ്റൗവും വർക്കിങ്ങിലായതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഒരു കുഞ്ഞി സ്റ്റൗവാണ് യൂസ് ചെയ്യണത്. ഇതിൻ്റെ പർപ്പസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കൂടി വേണ്ടിയിട്ടാണ്. രാവിലത്തെ തിരക്കായതുകൊണ്ട് ഞാൻ റായ്ക്കുട്ടനെ എണീക്കണതിൻ്റെ മുന്നേ തന്നെ ആണ് ഈ വീഡിയോസൊക്കെ ചെയ്യണത്. കുറച്ചധികം രാവിലെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റൗ വന്നിട്ട്. ഇനി ഇതിൻ്റെ സിലിണ്ടർ വന്നിട്ട് ഇങ്ങനെയാണ് വരിക. നമുക്ക് നോർമലി നമ്മൾ ഗ്യാസ് കഴിഞ്ഞ സിലിണ്ടർ മാറ്റുന്ന പോലെ സിലിണ്ടർ മാറ്റി കൊടുക്കാം. ഫിറ്റിംഗ് വന്നിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം സ്റ്റൗവിന് കത്തിച്ച് കാണിച്ചു തരാം. ഇതിന് മാക്സിമം ഉണ്ട് ഇങ്ങനെയൊക്കെ കത്തിട്ട് എനിക്ക് സൈഡാണ് എത്രയും കിലോ കത്തിക്കണം. നോർമലി കത്തിച്ചിട്ടില്ല. വെള്ളം വെക്കുന്നുണ്ട്. വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ ചായപ്പൊടി ഇടണീൻ്റെ പകരതാ ഈ ഒരു സിനമൺ പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് വീട്ടിൽ കറുവപ്പട്ട ഒന്ന് ചൂടാക്കി പൊടിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ സിനമൺ പൗഡറായിട്ട് കിട്ടിയപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിലേറെ ബെറ്റർ ഓപ്ഷൻ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്നത് തന്നെ ആവും കേട്ടോ. നല്ലപോലെ ബോയിലായിട്ട് നമുക്കതൊന്ന് ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് കുടിക്കാൻ പറ്റണ ഒരു ചൂടാകുമ്പോൾ കുടിക്കുക, അത്രേ ഉള്ളൂ. ഇനി ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് മാത്രം കുറച്ചുകൂടി ആണ് നിങ്ങൾക്ക് പൗഡർ ഇട്ട് കൊടുക്കേണ്ടത്. വല്ലാത്ത ലേറ്റായിപ്പോയി. ലേറ്റ് ചായ കുടിക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ കുടിച്ചാൽ മതി. ഇനി അതൊന്ന് കുടിക്കാൻ പറ്റണ ഒരു ചൂടായി കിട്ടട്ടെ. അപ്പത്തിന് നമുക്ക് വേറെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ എന്തൊക്കെ നോക്കാം.
കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചതുണ്ട്. അതൊക്കെ ഒന്ന് ബോട്ടിലാക്കാനും ഒക്കെ ഉണ്ട്. ന്യൂ ഇയർ അല്ലേ, കുറച്ച് പുതുമ ഒക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി. മക്കാന, പോഹ, ഓട്സ്. ഇത് ലൈക്കിൻ്റെ അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയ സെർലാക്ക് ഉണ്ടല്ലോ, അങ്ങനെ ഹോം മെയ്ഡ് സെർലാക്ക് ഉണ്ടാക്കലാണ് ലൈക്കിന്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ലൈക്കിന് 1 വയസ്സ് 2 മാസമൊക്കെ എല്ലാ ഫുഡും കഴിക്കും. ബട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒരു അത്യാവശ്യമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റിയ, മീൻസ് പെട്ടെന്ന് ചൂടുവെള്ളം മാത്രമേ കയ്യിലുള്ളൂങ്കിൽ ആ ടൈമിലൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. നമുക്കൊരു ഹെൽത്ത് വൈസ് ഓക്കെ അല്ല എന്നൊക്കെ തോന്നുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഫുഡാണ്. അപ്പോൾ പിന്നെ ഇത് ലൈക്കിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചിലപ്പോൾ ഡെയിലി ഒരു നേരം ഇത് കൊടുക്കാറുണ്ട് ചിലപ്പോൾ കേട്ടോ. കാരണം എനിക്കിത് ഇഷ്ടമാണോ കഴിക്കുന്നുണ്ട്, അപ്പോൾ ഇത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ഇത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ശരി, എൻ്റെ വീട്ടിൽ 2 കിച്ചണാണ്. അപ്പോൾ ഇത് പഴയ കിച്ചൺ വീട് ഉണ്ടാക്കിയ ടൈമിലുള്ള കിച്ചണാണിത്. ഇവിടെ ആയിരുന്നു ഗ്യാസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അടുപ്പൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഇവിടെ ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുറത്തേക്കൊരു കിച്ചൺ എടുത്തപ്പോൾ ഇവിടുന്ന് കംപ്ലീറ്റ് ഒഴിവാക്കിയതാണ്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്പേസ് മാത്രമാണ്. അടുപ്പ് ഇവിടെ വരുന്നുണ്ട്, നമുക്ക് കത്തിക്കണേ ഇവിടെ കത്തിക്കാം. ബട്ട് പുറത്തും അടുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആരും അങ്ങനെ കത്തിക്കാറില്ല. ഈ ബോട്ടിൽസൊക്കെ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഇതിൽ ഓൾറെഡി കുറച്ച് ചിയാ സീഡ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കയ്യിലില്ലാത്ത കാരണം കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഓരോന്ന് നമുക്ക് ബോട്ടിലാക്കി വെക്കാം. ഇത് വന്നിട്ട് ബദാമാണ്. ഞാൻ ലൈക്കിന് എല്ലാ മാസവും ഇങ്ങനൊരു പർച്ചേസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ലൈക്കിൻ്റെ വെയിറ്റ് വളരെ കുറവായതുകൊണ്ട് എനിക്ക് കുറച്ച് കാലോറി കൂട്ടിയിട്ടാണ് ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡെയിലി കൊടുക്കുന്ന ഒരു ഫുഡുണ്ട്. ഞാൻ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോയിൽ അതും കൂടിയും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ വെയിറ്റ് കുറവില്ല കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കൊടുക്കുക. അല്ല, ഇതൊക്കെ കൂട്ടി കൊടുക്കുക. പക്ഷെ വെയിറ്റ് വെക്കണില്ല. ലൈക്കിൻ്റെ ഒരു എന്താ പറയുക, കളി കൊണ്ടാവും എന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത്. കാഷ്യൂ നട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇതാ ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ലൈക്കിന് 1 മന്തിന് വാങ്ങിക്കണ ഐറ്റംസാണ് ഇതൊക്കെ. അപ്പോൾ ഈ ബോട്ടിലിൽ കൊള്ളണത് ഇതിലിട്ടിട്ട് ബാക്കിയുള്ളത് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഫില്ല് ചെയ്ത് കൊടുക്കും. നമുക്ക് എടുക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ചെയ്ത് വെക്കുന്ന ഒരു പണിയാണിത്. ലൈക്കിൻ്റെ പനങ്കൽക്കണ്ടാണ്. ഇത് ലായിൻ്റെ രാഗിയാണ്. അപ്പോൾ ഇത് ഞാൻ ബോട്ടിലൊന്നും ആക്കണില്ല, കാരണം ഇവിടെ ഓൾറെഡി പൊടി ഉണ്ട്. അപ്പോൾ ഞാൻ വേറെ ഒന്ന് പുറത്ത് വാങ്ങിച്ചെന്നുള്ളൂ. ഇത് വന്നിട്ട് ചെറുപയറാണ്. ഇതും ഓൾറെഡി കയ്യിലുണ്ടാവുന്നുണ്ട്. ഇതും പാക്കൊന്നും ആക്കുന്നില്ല. പിന്നെ കുറച്ച് സോയാബീനാണ്. ഇത് കുറച്ച് ഫ്ലാക്സ് സീഡ്സ് ആണ് കേട്ടോ. പിന്നെ ഇത് 2 ബോട്ടിലുണ്ട് ചിയാ സീഡ്. അപ്പോൾ ഇത് 2 കൂടി ഒന്നാക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ ടൈം വേസ്റ്റ് ചെയ്യണില്ല. ഇത് വന്നിട്ട് ക്യുനോവ ആണ്. ഇതൊരു ഡയറ്റ് ചെയ്യുന്നവർക്കും പിന്നെ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുന്നവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്രോട്ടീൻ ജ്യൂസാണ്. ചെറിയ ചൂടിൽ, അത്യാവശ്യം ചൂടുണ്ട്, എന്നാൽ കുടിക്കാൻ പറ്റുന്ന ചൂടുമാണ്. അങ്ങനെ ഇത് കുടിക്കുമ്പോൾ നല്ല അടിപൊളി ഉള്ളിക്കൊരു എനർജിയാണ് കേട്ടോ. ഒന്ന് ക്ലീൻ ചെയ്യണം.
ഇനി ലായ്ക്കിൻ്റെ സെർലാക്ക് ഉണ്ടാക്കിയെടുക്കണം. നല്ല സിമ്മിലിട്ടിട്ട് ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് മക്കാനയാണ് കേട്ടോ. ഇത് മക്കാന 250 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. ഞാൻ എല്ലാതും ആ ഒരു എമൗണ്ടിലാണ് ചെയ്തെടുക്കുന്നത്. മക്കാന എവിടുന്നാണ് കിട്ടുകയെന്ന് കുറേ ആൾ ചോദിക്കലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെയാണ് വാങ്ങിക്കാറുള്ളത്. കറിയാതെ നോക്കിയിട്ട് ഇളക്കണം. ഇതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലാവുക കാരണം അപ്പോൾ ഇത് തീരെ ആയിട്ടില്ല. ഇത് കണ്ടപ്പോൾ ഒട്ടണമൊന്നുമില്ല, ഭയങ്കര സോഫ്റ്റാണ്. ഇത് ആയി കഴിഞ്ഞാൽ അതിങ്ങനെ ക്രിസ്പി ആയിട്ട് പൊട്ടണ രീതിക്കാവും. മക്കാന ഇവിടെ ആവുന്നുണ്ട്. ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ അടി കരിഞ്ഞു പോകും. കരിയാതെ നോക്കി ഇളക്കി കൊടുക്കണം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇന്നത്തെ ഡിന്നറിന് വേണ്ടിയിട്ട് കുറച്ച് ഞാനിവിടെ വെള്ളപ്പയറും പിന്നെ ചെറുപയറുമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കാം. വെള്ളത്തിലിട്ടിട്ട് മാറ്റി വെക്കാം. ഇപ്പം കണ്ടോ കറക്റ്റായിട്ട് ഇങ്ങനെ പൊട്ടിക്കിട്ടണത്. ഈ ഒരു സൗണ്ടും ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. മുകളിൽ കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്, അത് മാറ്റിയാൽ മതി. ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇനി ബാക്കിയുള്ള മക്കാനയും കൂടി പെട്ടെന്ന് തന്നെ ഒരു പോപ്കോണിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറാണ് കേട്ടോ ഇതിന്, തീരെ വെയിറ്റ് ഇല്ലാണ്ട്. അടുത്തതായിട്ടപ്പോൾ മക്കാന നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തു. ഇനി അത് ചൂടാറുമ്പോഴത്തേന് ബാക്കിയുള്ളതൊക്കെ റോസ്റ്റിങ് കഴിയണം. എല്ലാതും പൊടിച്ചെടുക്കാണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് വെള്ള അവലാണ്. ഇത് 250 ഗ്രാം അല്ല, ഇത് 500 ഗ്രാമിൻ്റെ പാക്കാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ചുള്ളൂ എടുക്കണം. മീൻസ് ഒരു 250-300 ഗ്രാംസോളം എടുക്കണത്. ഈ പോഹൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ആയി കിട്ടുട്ടോ. ഇതായിന്ന് എങ്ങനെ മനസ്സിലാവാന്ന് വെച്ചാൽ ഇപ്പം ഇതിങ്ങനെ നീളത്തിലല്ലേ, ഇതിങ്ങനെ ഒന്നിങ്ങനെ എന്താ പറയുക ഇങ്ങനെ കേളായി വരും. പിന്നെ അതിങ്ങനെ നല്ല ക്രിസ്പി ആവും. ഇത് പെട്ടെന്നായി കിട്ടും. അത് വെച്ചിട്ട് എവിടെയും പോകരുത്. ഇപ്പൊ തന്നെ ഇളക്കുമ്പോൾ അടിയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും പൊടിച്ചെടുത്തു. ഇനി ഇത് ക്യൂക്കറിൻ്റെ വൈറ്റ് ഓട്സ് ആണ്. അപ്പോൾ ഇത് 1 കിലോത്തിൻ്റെ ആണ്. ഇതിന് 250 ഗ്രാം കൂടി നമുക്ക് എടുക്കണം. 250 or 300 അത്ര മതി കേട്ടോ. അപ്പോൾ അതവിടെ റോസ്റ്റ് ആവുന്ന ടൈം കൊണ്ട് ലായ്ക്കിന് ഫുഡ് കൊടുക്കാനുള്ള നട്ട്സും ഡേറ്റ്സും ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. പിസ്ത ആണ്. പിസ്ത വന്നിട്ട് 2 എടുക്കലുണ്ട്. അപ്പോൾ പിസ്ത 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു കാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ബദാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 2 ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ കുരു കളഞ്ഞ് ഇതിൽ വെള്ളം ഒഴിച്ച് വെക്കണം. വൈകുന്നേരം ആകുമ്പോൾ ലായ്ക്കിന് ഇതാണ് ഫുഡ് കൊടുക്കാറ്. അപ്പോൾ അതിന് വേണ്ടി എടുത്തതാണ്. ഇനി ഇത് മാറ്റി വെക്കാം. ഇതിൽ വാൾനട്ട് ഇടാൻ മറന്നു. അപ്പോൾ ഇതാ ഒരു വാൾനട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 പീസാക്കിയിട്ട് ഒരു വാൾനട്ട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 3ഉം ആയി വന്നിട്ടുണ്ട്. ഇനി പാനിൽ എല്ലാം ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം കുറച്ച് ഏലക്ക കൂടി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. ഏലക്ക കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് ജലദോഷത്തിനൊക്കെ.
പറയാറുണ്ട്. ഒരു ഇത്രയും ഏലക്ക നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ആയി പോയിട്ടുണ്ട്. അതാ ഒരു 30 ഗ്രാം ഏലക്കയാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവുകൊണ്ട് എടുക്കണം. ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ ഇത് ഫുൾ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി ആഡ് ചെയ്താൽ മതി. നോക്കട്ടെ. ഏലക്ക ഓപ്ഷനിലാണ് കേട്ടോ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഒന്ന് ചൂടാക്കി എടുത്താൽ പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കുക. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇനി ഞാൻ ഇതൊക്കെ എടുത്തിട്ടുള്ളത് ഏലക്ക, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കൽക്കണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ കൽക്കണ്ടെന്ന് പറഞ്ഞാൽ തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങൾ മധുരം കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട. ഞാനിപ്പോൾ ലൈക്കിന് കുറച്ചായിട്ട് ഇങ്ങനെ കൽക്കണ്ടം ഇതിലിട്ട് പൊടിക്കാറുണ്ട്. പിന്നെ 6 മാസം അല്ലെങ്കിൽ 7 മാസം 8 മാസം എന്നുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളിത് കൊടുക്കണ്ട. അവർക്ക് മധുരം കൊടുത്തില്ലെങ്കിൽ പിന്നെ മധുരത്തിൻ്റെ ടെക്സ്റ്റ് അവർക്ക് അറിയില്ലല്ലോ, അപ്പോൾ അവരങ്ങനെയും കഴിച്ചു പോവും. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, ഇത് രണ്ടും ഓപ്ഷനിലാണ് കേട്ടോ. അപ്പോൾ ഏലക്ക ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്, ഫ്ലേവറും പിന്നെ അതുപോലെ കുട്ടികൾക്ക് ജലദോഷം അങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിൽ നല്ലതാണെന്ന് പറയും. അപ്പോൾ അതും രണ്ടും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സിൻ്റെ ബ്ലെൻഡർ എടുത്തിട്ട് അതിൽ തീരെ വാട്ടർ കണ്ടൻറ്റ് പറ്റൂല കേട്ടോ. എന്നിട്ട് അങ്ങനെ നമ്മൾ വറുത്ത ആ സെയിം മീൻസ് ഫസ്റ്റ് വറുത്തതിൻ്റെ ഫസ്റ്റ് പൊടിച്ചെടുക്കുക. അപ്പം ഞാനിതാ മക്കാനയാണ് ഫസ്റ്റ് പൊടിച്ചെടുക്കുന്നത്. എനിക്ക് ഇത്രയും മക്കാനുണ്ട് പൊടിക്കാൻ. ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ 6 മന്തൊക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ഉണ്ടാക്കിയാൽ തന്നെ അവർക്ക് കുറയും. 1 സ്പൂണൊക്കെ ഉള്ള അവർ കഴിക്കാം. ഞാൻ ഇതൊന്ന് പൊടിച്ചിട്ട് കാണിക്കാം. പൊടിച്ചപ്പോൾ അതാ ഫുള്ളുണ്ടായിരുന്ന മക്കാനത് അത്ര ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പൊടിച്ചിട്ട് ഒരു ട്രേയിലേക്കാണ് ഞാൻ മാറ്റി കൊടുക്കുന്നത്. മാറ്റുമ്പോൾ തന്നെ നമ്മൾ ഇതൊന്ന് തരിച്ചു കൊടുക്കണം. പിന്നെ പിന്നീട് തരിക്കാൻ നിൽക്കണ്ട, പുറത്ത് കൊണ്ട് ശ്രദ്ധിച്ചിട്ട് തരിക്കുക കേട്ടോ. എൻ്റെ കുറച്ച് പുറത്ത് പോകും. ഈ ബാക്കി വന്നത് ഒരു പ്ലേറ്റിൽ മാറ്റി വെക്കുക. കാരണം ഇത് ഒന്നുകൂടി നമുക്ക് തരിച്ചെടുക്കാം. അപ്പോൾ ചിലപ്പോൾ ഒന്നുകൂടി തരിച്ചെടുത്താൽ ഒന്നുകൂടി പൊടിഞ്ഞു കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇങ്ങനൊരു ഇതിൽ ഇട്ട് വെക്കുന്നുണ്ട്. എല്ലാം കൂടി ലാസ്റ്റ് ഒന്നുകൂടി പൊടിച്ചെടുത്താൽ മതി. ഇനി ഞാൻ അടുത്ത ട്രിപ്പ് മക്കാനെ പൊടിക്കട്ടെ, ഞാനത് കാണിക്കണില്ല. ഇപ്പോൾ ഇത് രണ്ടാമത്തെ ട്രിപ്പ് മക്കാനെ ഇവിടെ പൊടിച്ചിട്ടുണ്ട്. പൊടിയാത്ത ഭാഗത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി ഒന്ന് പൊടിച്ച് നോക്കാം. ഇനി ഇതാ നെക്സ്റ്റ് ആയിട്ട് മിക്സിൻ്റെ ബ്ലെൻഡറിൽ ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തികേടാവും. പക്ഷെ അത് നമ്മൾ തുടച്ചെടുത്താൽ മതി. പക്ഷെ നമ്മൾ കുട്ടികൾക്ക് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെ കൊടുക്കാം. ഹോം മെയ്ഡ് സെർലാക്കിൻ്റെ അത്ര എന്തായാലും നല്ലതല്ല നമ്മൾ പാക്കറ്റിൽ വാങ്ങണത്. ഞാൻ ലൈക്കിന് ഇതുവരെ അങ്ങനത്തെ ഫുഡ് കൊടുത്തിട്ടില്ല കേട്ടോ. ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ആകെ ഒരു പൊടിക്കൽ കഴിച്ചിട്ടുണ്ട്. ഇതാ പോഹയും കൂടി നമുക്ക് പൊടിച്ചെടുക്കാനുണ്ട്. പോഹൊക്കെ പൊടിഞ്ഞാലേ ഇതിൻ്റെ ഒരു ഭാഗം ഇട്ടിട്ടുണ്ടാവുക. പിന്നെ ഭയങ്കര വോളിയാണ് എന്നുള്ളത്. അപ്പോൾ പൊടിഞ്ഞാൽ തീരെ ഉണ്ടാവില്ല. ഞാൻ പൊടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് സെയിം പോഹ പൊടിച്ചതും തരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ലായ്ക്ക് എണീക്കുമ്പത്തിന് കഴിക്കണം എന്ന് കരുതിയതാണ്, പക്ഷെ നടന്നില്ല. അപ്പം ലായ്ക്കിന് വേറെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കട്ടെ. ലായ്ക്ക് എണീറ്റപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, ലായ്ക്കിൻ്റെ ഫുഡും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ മറ്റേ കിച്ചണിൽ പോകാത്തത് അവിടെ ഭയങ്കര മീൻസ് ഇപ്പോൾ രാവിലെ അല്ലേ, തിരക്കല്ലേ, കുട്ടികൾ സ്കൂളിൽ പോകണതും പിന്നെ അതുപോലെ നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡും ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കാണ്. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി കുറേ സാധനം ഉണ്ടാവുന്നുണ്ട്. അവിടെ അങ്ങനെ വെച്ച് എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ഈ ഒരു സ്റ്റൗ യൂസ് ചെയ്യാണ്. ലൈക്കിന് രാവിലെ നോർമലി നമ്മൾ കടിയാണ് കേട്ടോ കൊടുക്കാറ്. ഇന്നിവിടെ പുട്ടായതുകൊണ്ട് ലൈക്കിന് പൊടി തന്നെ ഉണ്ടാക്കി കൊടുക്കുക. ലക്ക് എണീറ്റ ഫുഡ് പെട്ടെന്ന് കൊടുത്തില്ലെങ്കിൽ ഒരു ടെൻഷനാണ്. അപ്പോൾ അയ്യോ പോയി.
അപ്പോൾ ലാക്കിൻ്റെ ഫുഡ് ഇത് അവിടെ ആവാറായിട്ടുണ്ട്. നല്ല രാഗി നവര കായപ്പൊടി കൂടി മിക്സ് ചെയ്ത് അതിൽ ലാക്കിന് കുറച്ച് കൽക്കണ്ടം ഇട്ട് കൊടുത്തിട്ട് അതാണ് ലാക്കിൻ്റെ ഈ പൊടി കേട്ടോ. രാഗി പിന്നെ നവര കായപ്പൊടി എല്ലാം പൊടിച്ച് വെച്ചതുണ്ട്. പിന്നെ ഇനി രാഗി നവര ഒക്കെ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് പറയണം. നമ്മൾ ഉണ്ടാക്കുന്ന മെത്തേഡ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതാ പൊടി ആയിട്ടുണ്ട്. ലാക്കിന് വല്ലാണ്ട് ഭയങ്കര ടൈറ്റ് ആയിട്ടില്ല, ആ ഒരു കൺസിസ്റ്റൻസി ലാക്കിന് ഇഷ്ടമല്ല. ഞാൻ ഇങ്ങനെ ഒരു ഇതിലാണ് ലാക്കിന് കൊടുക്കാറ്. പെട്ടെന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് ലാക്കിൻ്റെ പാത്രം ഒന്നും എടുക്കണില്ല, ഒരു പരന്ന പ്ലേറ്റിൽ ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം എണീറ്റിട്ടുള്ളൂ, ബട്ട് ലായ്ക്ക് രാവിലെ കുറേ ലേറ്റായിട്ടാണ് എണീക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ ടൈം ഓൾമോസ്റ്റ് ഒരു 10:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനിയും ലേറ്റ് ആക്കാൻ പറ്റില്ലല്ലോ. ഞാനിതൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഞാൻ രാവിലെ എണീക്കുമ്പോഴത്തേനും എൻ്റെ കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു. ഞാൻ ഇപ്പോൾ നോർമലി ഞാനൊരു 8-9 മണിയാകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. എനിക്ക് മീൻസ് ഫുഡ് കഴിക്കുന്നതിൻ്റെ മുമ്പ് ഒരു ടാബ്ലറ്റ് ഉണ്ട്, ഞാനത് കഴിക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഇത് ന്യൂ ഇയർ ആയിട്ട് നല്ല സുടക്കാണ്. അപ്പോൾ അതിപ്പോൾ കുറച്ച് ടൈമായിട്ടുള്ള കഴിച്ചിട്ട്, അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് കേട്ടോ. അപ്പോൾ ലായ്ക്കുട്ടനെ എണീറ്റിട്ടുണ്ട്. ഞാൻ എത്ര ഇടങ്ങേറായിട്ട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നാലും ലായിൻ്റെ എൻ്റെ പറ്റി എന്ത് ഫുഡ് കണ്ടിട്ടാണ് ഇപ്പം ഇത്ര സ്നേഹം. ഷെസലേ ലായ് മാമ തിന്നണില്ല കേട്ടോ. ലായ്ക്കുട്ടനെ മാമ അവിടെ തിന്നണില്ല. ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആരെങ്കിലൊക്കെ മുമ്പിലൊക്കെ നിർത്തിയിട്ടാണ് ലൈക്ക് ഫുഡ് കൊടുക്കല്. അപ്പം ഞാൻ ലൈക്ക് ഫുഡ് കൊടുക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് ബാക്കി സെർലാക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. കൽക്കണ്ടത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതും ഏലക്കാന്ന് കുറച്ചെടുത്തിട്ട് അതും കൂടി നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഞാൻ പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. കൽക്കണ്ടവും പഞ്ചസാരയും പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, അതും കൂടി ഇതാ തരിച്ചെടുത്ത സെർലാക്ക് ഇവിടെ റെഡിയായി. ഇനി ഇവിടെ ക്ലീൻ ചെയ്യലാണ് മെയിൻ ടാസ്ക്. ഇപ്പം ന്യൂ ഇയർ ആയിട്ട് നമുക്ക് മാത്രം ഒരു പുതുമ പറ്റൂലല്ലോ, കുട്ടികൾക്കും വേണ്ട. അപ്പോൾ അതാ സെർലാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല പോലെ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ് ഇനി വേണ്ടത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞു. ഇനി ഇതിവിടെ മാറ്റി വെച്ചിട്ട് ഇതൊരു ബോട്ടിലിൽ ആക്കി വെക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡ് മാത്രമേ ഇതാക്കിയിട്ടുള്ളൂ. ഇതേപോലെ കൈ വെച്ചിട്ട് വല്ലാതെ ഇതാക്കരുത്, കാരണം കുറേ ദിവസം എടുക്കണ്ടല്ലേ. അപ്പോൾ ഇത് അങ്ങനെ വെക്കുക. ഇനി ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഞാൻ തുടങ്ങിയ പോലെ അല്ല, എൻ്റെ ബാക്കിൽ മൊത്തം പൊടിയും എല്ലാം ആയി കിടക്കണം, കാരണം നമ്മൾ കുറച്ചധികം പണിയൊക്കെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് സ്മൂത്തി ആയിട്ട് ഒന്ന് സിമ്പിളായിട്ട് സ്മൂത്തി ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ടൈം കുറേ ആയിട്ടുണ്ട്, ഇനിയും വിശന്നിരിക്കാൻ വയ്യ. സ്ട്രോബെറി ഉണ്ട്. ഇപ്പോൾ സ്ട്രോബെറി ഒക്കെ നല്ല സീസണാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രോബെറി ഉണ്ട്. അപ്പോൾ ഇത് ലുലുന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഇത് ഫ്രോസൺ ആണ്, മീൻസ് നമ്മൾ ഫ്രീസ് ചെയ്തതാണ്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ വാഷ് ചെയ്തെടുക്കട്ടെ. അതേപോലെ 2-3 വട്ടമൊന്ന് കഴുകിയെടുക്കണം. ഇതൊന്ന് കളറൊക്കെ വരുന്നുണ്ടല്ലോ, ഇതിൽ ആക്ച്വലി കളർ കൊടുക്കണതാണോ എനിക്കറിയില്ല. സീസൺ അല്ലാത്ത ടൈമിൽ നമ്മളിവിടെയൊക്കെ കിട്ടുന്ന സ്ട്രോബെറി ഭയങ്കര പുളിയൊക്കെ, തീരെ മധുരമൊന്നും ഉണ്ടാവില്ല, പിന്നെ കുഞ്ഞിതാവും കേട്ടോ. നല്ല സ്ട്രോബെറീസ് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഭാഗവും പിന്നെ അതിൻ്റെ നല്ലതല്ലാത്ത ഭാഗമൊക്കെ നമ്മൾ കളഞ്ഞിട്ട്, ഇത് ഫ്രോസൺ ആയപ്പോൾ എനിക്ക് കട്ട് ചെയ്യാനൊന്നും കിട്ടണില്ല കേട്ടോ. ഞാൻ
ഞാനിപ്പോൾ ഒരു 7 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്, 6-7 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ 2 പേർക്കായിട്ടും ഉണ്ടാക്കണേ. എൻ്റെ കസിൻ ഉണ്ട് ഇവിടെ, അത് രണ്ടാളും കൂടി സ്മൂത്തി വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് മാത്രം ന്യൂ ഇയർ പാടില്ല, എല്ലാവരെയും നമ്മൾ ട്രാക്കി കയറ്റണം. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതാ യോഗട്ടാണ്. നോ ആഡഡ് ഷുഗറിൻ്റെ യോഗട്ട്. ഞാനിവിടെ മിൽക്ക് മിസ്റ്റിൻ്റെ എടുത്തിക്കണം, നിങ്ങൾക്ക് ഏതിൻ്റെ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ 2 ആൾക്കായതുകൊണ്ട് 2 സ്പൂൺ കൊടുക്കാം. ഒരു റോബസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രോബെറി മാത്രമായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി എൻ്റെ റോബസ്റ്റ് കേടുവന്ന് പോവുകയാണ്. അപ്പോൾ അത് കാരണം ആ കേടുവന്ന ഭാഗം ഇങ്ങനെ കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം അതിലിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ പഴുത്തതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി പാലാടി കേട്ടോ. ഞാനിവിടെ അല്ലേ സാധാ പശുവിൻ പാലാണ്, പാക്കറ്റ് പാലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൽമണ്ട് മിൽക്കൊക്കെ യൂസ് ചെയ്യുക. എനിക്കിവിടെ കിട്ടാത്തതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യണില്ല. ഇനി ഇതെല്ലാം പാടെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതാ നമ്മളെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫുൾ ഫില്ലാക്കണില്ല, കാരണം കുറച്ച് ടോപ്പിങ്സ് കൊടുക്കാണ്ട്. ഓക്കെ, എനിക്ക് മാത്രമേ ടോപ്പിങ്സ് എടുക്കണുള്ളൂ, കാരണം എനിക്ക് ടോപ്പിങ്സ് ഒന്നും വേണ്ട, പ്ലെയിൻ ആയിട്ട് മതിയായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് വാട്ടർ മെലൺ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ റെഡിയായി. അപ്പോൾ ഇതാ സ്മൂത്തി ഇതാ കുടിച്ച് പകുതിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ന്യൂ ഇയർ സ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ ആയിട്ട് കുറേ നമ്മൾ കഴിഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങി അതൊക്കെ റീസ്റ്റോക്ക് ചെയ്തു. പിന്നെ അതുപോലെ ലൈക്കിന് പുതിയ സേലൊക്കെ ഉണ്ടാക്കി. പിന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ നല്ലൊരു ഡ്രിങ്ക് വെച്ചിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്തു. ഇനിയും കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ലൈക്കിൻ്റെ ലൈക്കിൻ്റെ റുട്ടീൻ, മോർണിംഗ് റുട്ടീനൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടത്. അത് പാർട്ടുമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോഴും ന്യൂ ഇയർ ആയിട്ട് എനിക്ക് തോന്നണില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റീസ്റ്റാർട്ട് യുവർ സെൽഫ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോനെ കുറിച്ചിട്ട് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ ഒപ്പീനിയൻസും കമൻറ്റ് ചെയ്യണ്ട, കാരണം അതൊക്കെ മാറ്റിയാലല്ലോ നമുക്ക് പിന്നെ അടിപൊളിയായി മുന്നോട്ട് പോകാൻ പറ്റുക. ഇതിൽ ഓൾറെഡി സ്ട്രോബെറിൻ്റെ ചെറിയൊരു മധുരവും പുളിപ്പും, പിന്നെ അതുപോലെ യോഗട്ടിൻ്റെ ചെറിയൊരു ഫ്ലേവറും, പിന്നെ പാലിൻ്റെയും പഴത്തിൻ്റെ റോബസ്റ്റിൻ്റെയും ഒക്കെ മധുരം ഉണ്ടാവുകൊണ്ട് ഒരു അടിപൊളി മീലാണ്. അപ്പോൾ ഓക്കെ, ബൈ 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 ബൈ.